All of you welcome to the new video of Advanced Management Accounting. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ, സ്കോപ്പ്, ഫങ്ഷൻസ് ഇത്രയും കാര്യങ്ങളാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു റെലവൻസ്, ഇമ്പോർട്ടൻസ്, പിന്നെ അതുപോലെ തന്നെ ലിമിറ്റേഷൻസ്, പിന്നെ മറ്റു ബ്രാഞ്ചുകളായിട്ട് ജസ്റ്റ് ഒരു കമ്പാരിസൺ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ യൂസസ് അല്ലെങ്കിൽ നീഡ്, ഇതൊക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാവുന്ന ഉത്തരം ഒന്ന് തന്നെയാണ്. ഓക്കെ, പിന്നെ റെലവൻസ് ആണ് ഈ പറയുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അതിൽ ഫസ്റ്റ് വൺ, ഇറ്റ് ഇൻക്രീസസ് എഫിഷ്യൻസി ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. അപ്പോൾ എങ്ങനെയാണ് ബിസിനസ്സിൻ്റെ എന്താണ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി ഒരു സ്റ്റാൻഡേർഡ് ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ആക്ച്വൽ ഒരു പെർഫോമൻസ് നമ്മൾ നേടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ആക്ച്വൽ പെർഫോമൻസ് ഈ സ്റ്റാൻഡേർഡുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ കമ്പയർ ചെയ്യുന്നത് വഴി നമുക്ക് എന്താണ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീക്കാകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 100 പ്രൊഡക്റ്റാണ് നമ്മൾ ഉണ്ടാക്കണമെന്ന് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തു. നമ്മൾ യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയിരുന്നത് 90 പ്രൊഡക്റ്റാണ്. അപ്പോൾ 10 പ്രൊഡക്റ്റ് എന്താണ് കുറഞ്ഞു പോയി. അപ്പോൾ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, എന്തുകൊണ്ട് കുറഞ്ഞു എന്നുള്ളത് നമുക്ക് പഠനം നടത്താം. അങ്ങനെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ എന്താണ് ഈ ഒരു പഠനം നമ്മളെ സഹായിക്കും. സോ ദാറ്റ് ഈസ് ഇറ്റ് ഇൻക്രീസസ് എഫിഷ്യൻസി ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ദെൻ സെക്കൻഡ്, ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമിൻ ദി ഗോൾസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഇപ്പോൾ ഏതിലൂടെ സഞ്ചരിച്ചാലാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഗോള് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുക, ആ റൂട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ശ്രമിക്കുന്നുണ്ട്. ഇറ്റ് ട്രൈസ് ടു ഫൈൻഡ് ഔട്ട് ദി റൂട്ട് ത്രൂ വിച്ച് ദി ഓർഗനൈസേഷൻ ക്യാൻ റീച്ച് ദി ഗോൾസ്. സോ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇമ്പോർട്ടൻസ് ഇവിടെ വയ്ക്കാൻ പറ്റും. ദെൻ തേർഡ് വൺ, പ്രോപ്പർ പ്ലാനിങ് ഈസ് പോസിബിൾ. പ്രോപ്പർ പ്ലാനിങ് എങ്ങനെയാണ് പോസിബിൾ ആകുന്നത്? ഇത് ത്രൂ ബഡ്ജറ്ററി കൺട്രോൾ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, പിന്നെ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവഴിയൊക്കെ എന്താണ് നല്ലൊരു പ്ലാനിങ്, ഒരു പ്രോപ്പർ പ്ലാനിങ് എന്താണ് ഇതിൽ സാധ്യമാകുന്നുണ്ട്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ, മെഷർമെൻറ്റ് ഓഫ് പെർഫോമൻസ് ഈസ് പോസിബിൾ. മെഷർമെൻറ്റ് ഓഫ് പെർഫോമൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ആ വ്യത്യാസം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അനലൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാൻഡേർഡും ആക്ച്വലും തമ്മിലുള്ള വ്യത്യാസം, അതിനെയാണ് വേരിയൻസ് എന്ന് പറയുന്നത്. ആ വേരിയൻസ് നമ്മളെന്താണ് അനലൈസ് ചെയ്യുന്നുണ്ട്. വേരിയൻസ് അനാലിസിസ് എന്നൊക്കെ പറയാം, റേഷ്യോ അനാലിസിസ്. സോ അത്തരത്തിൽ എന്താണ് ഒരു സ്ഥാപനത്തിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്താണ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ദെൻ മാക്സിമൈസ് പ്രോഫിറ്റബിലിറ്റി. മാക്സിമൈസ് പ്രോഫിറ്റബിലിറ്റി ആണെങ്കിൽ നമുക്ക് ഇതിൽ കോസ്റ്റൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് കോസ്റ്റ് കൺട്രോൾ ചെയ്യുക, അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആയിട്ട് എഫിഷ്യൻസി വർദ്ധിക്കുമ്പോൾ നമുക്കെന്താണ് വേസ്റ്റേജ് പരമാവധി കുറയ്ക്കാൻ പറ്റും. ഓക്കെ, സോ വേസ്റ്റേജ് പരമാവധി കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഫിറ്റ് എന്ത് ചെയ്യും, കൂടും. സോ വി ക്യാൻ ഇൻക്രീസ് ദി പ്രോഫിറ്റ് ബൈ എലിമിനേറ്റിംഗ് ഓർ റെഡ്യൂസിങ് വേസ്റ്റേജ്. ഓക്കെ, അതാണ് ഈ ഒരു പോയിന്റ് പറയുന്നത്. ദെൻ എഫക്റ്റീവ് കൺട്രോള് സാധ്യമാകുന്നുണ്ട്, അതൊന്നും പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ പ്രോംപ്റ്റ് ഡിസിഷനാണ്. പ്രോംപ്റ്റ്, കറക്റ്റ് ആൻഡ് ക്വിക്ക് ഡിസിഷൻ. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രസൻറ്റ് ഇൻഫോർമേഷൻ ഇൻ എ സിമ്പിൾ ആൻഡ് പർപ്പസ്ഫുൾ മാനർ. ദിസ് ഫെസിലിറ്റേറ്റ് ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻസ് ആൻഡ് യൂസസ്. ഏത് രീതിയിലൊക്കെ നിങ്ങൾക്ക് പറയാം, അഡ്വാൻറ്റേജ്, നീഡ്, ഓക്കെ, റെലവൻസ്, ഓക്കെ, ഇതൊക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. സോ ഇതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് റെലവൻസാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കൂടുതലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള സാധ്യതകളെക്കുറിച്ച് നമുക്ക് തന്നെ സ്വന്തമായിട്ട് എഴുതാൻ സാധിക്കും. ഓക്കെ, യെസ്, നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരുപാട് ആവശ്യകതകളെക്കുറിച്ച്
നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. അതിനർത്ഥം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് 100% പെർഫെക്റ്റ് ആണ് എന്നല്ല, അതിനും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് ലിമിറ്റേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ. ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള ഡാറ്റാസ്, ഇൻഫോർമേഷനൊക്കെ കളക്ട് ചെയ്യുന്നതൊക്കെ ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ നിന്നും അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൊക്കെ ഉണ്ട്. സോ ഈ രണ്ട് ബ്രാഞ്ചിൻ്റെയും ന്യൂനതകളൊക്കെ ഓട്ടോമാറ്റിക്കലി ഏതിലേക്കും വരാം, നമ്മുടെ ഡാറ്റ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലേക്കും വരാം. സോ ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ. ദെൻ ലാക്ക് ഓഫ് നോളജ്, അറിവിൻ്റെ അഭാവം. അതായത് നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഒരുപാട് ടൂൾസ്, ടെക്നിക്സ് ഒക്കെ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞാണ്. റേഷ്യോ അനാലിസിസ്, ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ, അല്ലെ മാർജിനൽ കോസ്റ്റിംഗ്, പിന്നെ ബ്രേക്ക് ഈവൻ അനാലിസിസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ടൂൾസും ടെക്നിക്സൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. സോ അപ്ലിക്കേഷൻ ഓഫ് ദീസ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് നീഡ് സ്കിൽ അല്ലെങ്കിൽ നോളജ്. ആ ഒരു ഇപ്പോൾ റേഷ്യോ അനാലിസിസ് നടത്തണമെങ്കിൽ നമുക്ക് എന്താണ് റേഷ്യോയെ കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവ് വേണം. സോ അത്തരത്തിലുള്ള എന്താണ് ആ ഒരു ഡിസിപ്ലിൻ്റെ അറിവ് നമുക്കില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ എന്താണ് ഇൻ്റർപ്രിട്ടേഷനും തെറ്റും. സോ നമുക്കെങ്ങനെ പറയാം, ദി ആപ്ലിക്കേഷൻ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് റിക്വയർ നോളജ് അബൌട്ട് വേരിയസ് സബ്ജക്റ്റ്. അതിൽ എക്കണോമിക്സ് വരും, സ്റ്റാറ്റിസ്റ്റിക്സ് വരും, മാനേജ്മെൻറ്റ്, എക്കണോമെട്രിക്സ്, എൻജിനീയറിങ്, എക്സെട്ര. സോ ഇതിൻ്റെയൊക്കെ ഒരു ഫുൾ നോളജ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു അക്വയർ ഫുൾ നോളജ് അബൌട്ട് ദീസ് സബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ അതാണ് ലാക്ക് ഓഫ് നോളജ് എന്ന് പറയുന്നത്. ദെൻ പേഴ്സണൽ ബയാസ്. പേഴ്സണൽ ബയാസ് അല്ലെങ്കിൽ പേഴ്സണൽ ജഡ്ജ്മെൻറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. അതായത് നമ്മൾ ഇൻഫോർമേഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് ഇൻ്റർപ്രറ്റ് ചെയ്യണം. ആ റിസൾട്ട് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആളാണോ അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആണ് സാധാരണ ചെയ്യൽ. ആ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് അയാളുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ ജഡ്ജ്മെൻറ്റ്സ് അതിലുണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രിജുഡീസ്, അദ്ദേഹത്തിൻ്റെ ഒരു മുൻവിധികൾ. ആ പ്രിജുഡീസ് എന്ന് പറയുന്നത് ചിലപ്പോൾ എന്താണ് തെറ്റാവാം. സോ അത് എന്താണ് നമ്മളെ റിസൾട്ടിനെ ബാധിക്കും. ഓക്കെ, സോ അതാണ് പേഴ്സണൽ ബയാസ് എന്ന് പറയുന്നത്. പേഴ്സണൽ പ്രിജുഡീസസ് ആൻഡ് ബയാസ് അഫക്റ്റ് ദി ഒബ്ജക്റ്റിവിറ്റി ഓഫ് ഡിസിഷൻസ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ദെൻ കോസ്റ്റ്ലി സിമ്പിളാണ്, ഒന്നുമില്ല. നമ്മൾ ഈ ഒരു എന്താണ് ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ കോസ്റ്റ് വളരെ വലുതാണ്. അതുകൊണ്ട് ചെറിയ സ്ഥാപനങ്ങൾക്കൊക്കെ അത് അഫോർഡബിൾ അല്ല എന്നാണ് പറയുന്നത്. ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് റിക്വയർഡ് ഫോർ ഇൻസ്റ്റാളേഷൻ ഓഫ് ദി സിസ്റ്റം. സോ ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ സ്മോൾ ബിസിനസ്. ഓക്കെ, ദെൻ സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ് നമ്മൾ തടയുക എന്നുള്ള അർത്ഥത്തിലാണ് അല്ലേ. ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈ ഒരു സിസ്റ്റം നമ്മളെന്താണ് നമ്മളെ സ്ഥാപനത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മളെ നിലവിലുള്ള സ്ഥാപനത്തിലെ ഒരു ബേസിക് സ്ട്രക്ചറിലൊക്കെ ചിലപ്പോൾ മാറ്റങ്ങൾ വരാം. ഓക്കെ, പുതിയ റൂൾസ്, റെഗുലേഷൻസ് ഇതൊക്കെ ചിലപ്പോൾ ആവശ്യമായി വന്നേക്കും. അപ്പോൾ ഇതിനെതിരെ ചിലപ്പോൾ നിലവിലുള്ള സ്ഥാപനത്തിലെ എംപ്ലോയീസോ അല്ലെങ്കിൽ മറ്റു ആളുകൾക്കൊക്കെ എന്തായിരിക്കാം ചിലപ്പോൾ എതിർപ്പുണ്ടാവാം. അതാണ് സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇൻസ്റ്റാളേഷൻ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇൻവോൾവ്സ് ബേസിക് ചേഞ്ചസ് ഇൻ ദി ഓർഗനൈസേഷൻ സെറ്റപ്പ്. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക് ദി ന്യൂ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആർ ആൾസോ റിക്വയർഡ്. അപ്പോൾ അതിനോട് പൊരുത്തപ്പെടാത്ത ആളുകൾ ചിലപ്പോൾ എന്തുണ്ടായിരിക്കും സ്ഥാപനത്തിലുണ്ടായിരിക്കാം. സോ ദാറ്റ് ഈസ് സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് ലിമിറ്റേഷൻസ് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കിയിടുക. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കമ്പാരിസണാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും അതുപോലെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും. നമ്മുടെ സബ്ജക്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്. അപ്പോൾ എക്സാമിന് ചിലപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും തമ്മിലൊരു കമ്പാരിസൺ ചോദിക്കാം, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഒക്കെ. അപ്പോൾ ഇത് മൂന്നും കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ ചാർട്ടാണിത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. പർപ്പസ് നോക്കാം.
ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ പർപ്പസ് എന്താണ്? ടു അസർടെയിൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ആണ്. ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അസർടെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്താണ് ട്രേഡിംഗ് അക്കൗണ്ട്, P&L അക്കൗണ്ടൊക്കെ വരയ്ക്കുന്നത്. ഓക്കെ, ദെൻ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ബാലൻസ് ഷീറ്റും നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ അതൊക്കെ തയ്യാറാക്കിയിട്ട് ആവശ്യക്കാർക്ക് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പർപ്പസ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനമായിട്ടുള്ള പർപ്പസ് ടു അസർടെയിൻ ആൻഡ് കൺട്രോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അത് കുറയ്ക്കുക എന്നുള്ള, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കുക എന്നുള്ള. പക്ഷേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട പർപ്പസ് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ ടു മാനേജ്മെൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, സോ അത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അത് നമുക്കെന്താണ് ഒരു കമ്പാരിസണായിട്ട് പറയാം, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കാം. നാച്ചർ, ഇതിൻ്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഹിസ്റ്റോറിക്കൽ നാച്ചറാണ്. നമ്മൾ ഒരുപാട് തവണ അത് പറഞ്ഞു. പാസ്റ്റ് ഡാറ്റ റെക്കോർഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ബേസ്ഡ് ഓൺ ബോത്ത് ഹിസ്റ്റോറിക്കൽ ആൻഡ് കറണ്ട് ഡാറ്റ രണ്ടും വരും. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ കൺസേൺഡ് വിത്ത് ഫ്യൂച്ചർ പ്ലാൻസ് ആൻഡ് ഓപ്പറേഷൻസ് ആണ്. ദെൻ എന്തിലാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എംഫസിസ് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ടൊരു പോയിന്റ് മാത്രമാണ് കേട്ടോ ഈ ഭാഗത്തൊക്കെ നമ്മൾ കൊടുത്തത്. ഓക്കെ, മോർ എംഫസിസ് ഓൺ ആക്യുറസി. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ അത് വളരെ പ്രധാനമാണ്. നമ്മൾ ജേണൽ എൻട്രി തയ്യാറാക്കുമ്പോഴും മറ്റും കാര്യങ്ങളൊക്കെ നമ്മളെന്താണ് നമുക്ക് എറർ വരാം. അപ്പോൾ എറർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെന്താണ് ട്രയൽ ബാലൻസ് തയ്യാറാക്കുമ്പോൾ ചിലപ്പോൾ എന്താണ് ട്രയൽ ബാലൻസ് ഈക്വൽ ആവില്ല. ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രത്യേകമായിട്ട് അതിന് റൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, റിജിഡ് റൂൾസൊക്കെയാണ്. ഓക്കെ, വളരെ ആക്യുറസി ഉള്ള ഒരു സിസ്റ്റമാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. എന്നാൽ കോസ്റ്റ് അക്കൗണ്ടിങ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് ടു കൺട്രോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആകട്ടെ ക്വിക്ക് ആൻഡ് പ്രോംപ്റ്റ് റിപ്പോർട്ടിംഗ് ആണ്. നിരന്തരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മാനേജ്മെൻറ്റിന് ആവശ്യമായുള്ള ഇൻഫോർമേഷൻ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശാഖയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഓക്കെ, ദെൻ യൂസേഴ്സ്, കൂടുതലായിട്ട് ഇതിൻ്റെ ഇൻഫോർമേഷനൊക്കെ ആർക്കാണ് ഉപയോഗപ്പെടുന്നതാണ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെത് എക്സ്റ്റേണൽ പാർട്ടീസിനാണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങും പ്രധാനമായിട്ട് ഇൻറ്റേർണൽ പാർട്ടീസാണ്. അതുപോലെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും ഇൻറ്റേർണൽ പാർട്ടീസ്, മാനേജ്മെൻറ്റ് ഓണേഴ്സ് എന്നൊക്കെ പറയുന്ന ഈ ഭാഗം ഇൻറ്റേർണൽ പാർട്ടീസ്. ഇതിൻ്റെ ഒരു റെക്കോർഡിംഗ് നാച്ചർ യൂസ് ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷൻ. അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷൻ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു എബിലിറ്റി, ഒരാളുടെ എന്താണ് ബുദ്ധി, കഴിവ്, എബിലിറ്റി ആൻഡ് ഇൻ്റലിജൻസ് ഓഫ് ആൻ അക്കൗണ്ടൻറ്റ്. അതൊന്നും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ? ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷൻസ് ആർ റെക്കോർഡ് എന്നാണ്. പക്ഷേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ തീരുമാനം എടുക്കുമ്പോൾ അവിടെ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷൻ മാത്രമല്ല, നമുക്ക് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും വരും. ഒരു അക്കൗണ്ടൻറ്റിൻ്റെ എന്താണ് ഒരു കഴിവ്, ബുദ്ധി, സാമർത്ഥ്യമൊക്കെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർപ്രിട്ടേഷനിൽ വരാം. സോ ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ദെൻ സ്കോപ്പ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് ലിമിറ്റഡ് സ്കോപ്പുള്ളൂ. അത് എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസിലൂടെ അതിൻ്റെ ലാഭമോ നഷ്ടമോ കണ്ടുപിടിക്കുക, ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടി ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുക, ദാറ്റ്സ് ഓൾ. അതുപോലെ തന്നെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മളുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് ലിമിറ്റഡ് സ്കോപ്പാണ്. അതിൽ പ്രധാനമായിട്ടും എന്താണ് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുക, അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് വൈഡ് സ്കോപ്പാണ്. കാരണം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ എന്തൊക്കെ പെട്ടിട്ടുണ്ട്? കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും ഒക്കെ പെട്ടിട്ടുണ്ട്. ഇൻക്ലൂഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, ബഡ്ജറ്റിംഗ്, ടാക്സ് പ്ലാനിങ്, റിപ്പോർട്ടിംഗ് എക്സെട്ര. സോ ഇത് എല്ലാം കമ്പയർ ചെയ്യുമ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്താണ് വൈഡ് സ്കോപ്പാണ്. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്താണ് ഇതിൻ്റെ ടോട്ടൽ ഒരു കമ്പാരിസൺ എന്ന നിലയ്ക്ക് ഒന്ന് മനസ്സിലാക്കിയിട്ടാൽ നമുക്ക് ഏതിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചോദിച്ചാൽ നമുക്ക് കുറച്ച് എഴുതാൻ കഴിയും. ഓക്കെ, അഡീഷണൽ കാര്യങ്ങൾ കുറച്ചുകൂടി നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ്. സോ അടുത്ത വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.